ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതായത് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ അസുഖം നമുക്ക് ഉണ്ടാകുന്നത്. പൊതുവെ ഡയബറ്റിസ് മെലിറ്റസ് നമുക്ക് രണ്ട് തരത്തിലാണുള്ളത്: ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. പ്രമേഹത്തിന് മരുന്ന് തുടങ്ങിയാൽ ജീവിതകാലം മരുന്ന് കഴിക്കണം എന്നുള്ളത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും നമ്മൾ മാറ്റങ്ങൾ വരുത്തുക, അതുപോലെ തന്നെ നമ്മൾ കൃത്യമായ വ്യായാമം ചെയ്യുക. മാനസിക സമ്മർദ്ദമുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് എന്നിവയൊക്കെ ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം ഒരു മരുന്നില്ലാതെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം. അപ്പം അതിൽ ഭക്ഷണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ വ്യായാമവും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും കൂടിയുള്ള യോഗ, മെഡിറ്റേഷൻ പോലുള്ളതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പ്രമേഹ രോഗി ഒരു ദിവസം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, രാവിലെ എന്താണ് കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം, രാത്രി എന്ത് കഴിക്കണം. അപ്പോൾ പലർക്കും ഒരു സംശയമാണ് എന്തൊക്കെയാണ്, എങ്ങനെ കഴിക്കണം എന്നുള്ളത്. ആദ്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രമേഹ രോഗി അവരുടെ ഭക്ഷണത്തിൽ ഡയറക്റ്റ് ഷുഗേഴ്സ്, അതായത് പഞ്ചസാര നേരിട്ട് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഡയറക്റ്റ് ഷുഗേഴ്സ് എന്ന് നമ്മൾ പറയുന്ന പഞ്ചസാര, ശർക്കര, തേൻ എന്നിവ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഷുഗേഴ്സ് ആയിട്ടുള്ള, അതായത് പ്രമേഹം അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ആൾ, ഷുഗർ ലെവൽ കൂടുതലായിട്ടുള്ള ഒരാളാണെങ്കിൽ പായസം, ജിലേബി, ഹലുവ, ഐസ്ക്രീം, ചോക്ലേറ്റ് ഇതുപോലുള്ളവ കൂടുതലുള്ളവരാണെങ്കിൽ മുഴുവനായിട്ട് ഒഴിവാക്കണം. ചെറിയ രീതിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ കഴിക്കാം. ഡയറക്റ്റ് ഷുഗേഴ്സ് ആയ പഞ്ചസാര, തേന്, ശർക്കര ഒരു കാരണവശാലും പ്രമേഹ രോഗികൾ കഴിക്കാൻ പാടില്ല. പ്രമേഹ രോഗികൾ ഒരു കാരണവശാലും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. പലരും പറയാറുണ്ട്, ഡോക്ടർ ഞാൻ അത് കഴിക്കുന്നില്ല, ഇത് കഴിക്കുന്നില്ല, എന്നിട്ടും ഷുഗർ കൺട്രോൾ ആവുന്നില്ല എന്നത്. ഇപ്പം ഞാനൊരു ഡയറ്റ് ക്രമം പറഞ്ഞുതരാം എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്നുള്ളത്. പലർക്കും ഫുഡുകൾ എന്നാൽ അരിഭക്ഷണമൊന്നല്ല കഴിക്കുന്നത്, പക്ഷെ അവർ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലും അതിൻ്റെ ക്വാളിറ്റിയിലുമുള്ള വ്യത്യാസമാണ്. നമ്മൾ പ്രമേഹ രോഗികൾ കാർബോഹൈഡ്രേറ്റ്, അതായത് അന്നജം അടങ്ങിയിട്ടുള്ള അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഓരോ സമയത്തെ ഫുഡ് നമുക്ക് നോക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ നമ്മൾ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത്. രാവിലെ ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അവർക്ക് പഞ്ചസാര ഇടാതെ ചായ കുടിക്കാം. ചായ പ്ലെയിൻ ആയിട്ടുള്ള ചായ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് കുരുമുളക് ഇടാം, അതേപോലെ ഇഞ്ചിയുടെ ഒരു കഷ്ണം ഇടാം, തുളസിയില ഇഷ്ടം തുളസിയില, അങ്ങനെയുള്ള ഒരു മസാല ടീ ആയിട്ട് ഒരു ഗ്ലാസ് കുടിക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അവർ കഴിക്കാം. നമ്മൾ എന്താണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്? നമുക്ക് സാധാരണയായിട്ട് നമുക്ക് കഴിക്കുന്ന മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് പുട്ട്, അല്ലെങ്കിൽ വെള്ളയപ്പം, അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി, ഈ രീതിയിലുള്ളതൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ പുട്ടാണ് നിങ്ങൾ കഴിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടിൻ്റെ കൂടെ നമ്മൾ ഒരു കാരണവശാലും പഞ്ചസാര കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പുട്ടും പഴവും ആ ഒരു രീതിയിലുള്ള ഫുഡും നമ്മൾ ഒഴിവാക്കുക. നമ്മൾ കഴിക്കേണ്ടത് പുട്ട് കഴിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പുട്ടിൻ്റെ കൂടെ ചെറുപയറോ കടലയോ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പുട്ട് നമ്മൾ ഒന്നാ കഴിക്കുന്നതെങ്കിൽ അതിനത്ര തന്നെ നമ്മൾ ഇതേപോലുള്ള കടലയോ ചെറുപയറോ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് 1:1 റേഷ്യോയിലാണ് നമ്മൾ കഴിക്കേണ്ടത്. ഒരു കഷ്ണം പുട്ട് കഴിക്കുമ്പോൾ അത്രയും തന്നെ നമ്മൾ ഈ കടലയും ചെറുപയറോ എന്തൊക്കെ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. അതുപോലെ തന്നെ മാക്സിമം പ്രമേഹ രോഗികൾ കഴിക്കാൻ പാടുള്ളത് 1-1.5 കഷ്ണം, മാക്സിമം 2 കഷ്ണം പുട്ടാണ്. ആ 2 കഷ്ണം പുട്ട് കഴിക്കുകയാണെങ്കിൽ അത്ര തന്നെ നമ്മൾ അതിൻ്റെ കൂടെയുള്ള കടല അല്ലെങ്കിൽ ചെറുപയർ എടുക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ പുട്ട് കഴിക്കുമ്പോൾ നമ്മൾ അരിയുടെ പുട്ട് ഒഴിവാക്കിയിട്ട് ഗോതമ്പിൻ്റെ പുട്ടാക്കുക. അതുപോലെ റാഗി, ഗോതമ്പ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള പുട്ടാക്കാം, റാഗി മാത്രമുള്ള പുട്ടാക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്, ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്, അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാക്സിമം ഒരു 9 മണിയുടെ ഉള്ളിൽ പ്രമേഹ രോഗികൾ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം. അതുപോലെ ദോശ ഇഷ്ടമുള്ളവരാണെങ്കിൽ ദോശ കഴിക്കാം, ഒരു 2 അല്ലെങ്കിൽ 3, മാക്സിമം 3 ദോശ കഴിക്കാം. അതിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാം, അതുപോലെ തന്നെ ചട്നി കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വെള്ളപ്പം ഇഷ്ടമുള്ളവരാണെങ്കിൽ വെള്ളപ്പത്തിൻ്റെ കൂടെ
നമ്മൾ 2 വെള്ളപ്പം കഴിക്കുക, അതിന് ഈക്വലായിട്ട് തന്നെ നമ്മൾ കടലക്കറി കഴിക്കാം, ചെറുപയർ കഴിക്കാം, അല്ലെങ്കിൽ മുട്ടക്കറി കഴിക്കാം. അപ്പോൾ ഈ രീതിയിലുള്ളൊക്കെ കറികളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മൾ വെള്ളപ്പവും ബാജിയും അതേപോലെ പൂരി ബാജിയൊന്നും കൂടെ കഴിക്കരുത്. പൂരി കഴിക്കുകയാണെങ്കിൽ ഇതേപോലെ കടലക്കറിയോ ചെറുപയർ കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ ആണ് നമ്മൾ കഴിക്കേണ്ടത്. മാക്സിമം ഒരു 3, 2 നല്ലത്. ഇനിയിപ്പോൾ നല്ല വിശപ്പുള്ളവരൊക്കെ ആണെങ്കിൽ 3 വരെ കഴിക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോമൺ ആയിട്ട് എന്താ വരിക, സാധാരണയായിട്ട് നമുക്ക് ഉപ്പുമാവ് വരാം അല്ലേ. ഉപ്പുമാവ് കഴിക്കുമ്പോഴും പ്രമേഹ രോഗികൾക്ക് കുഴപ്പമില്ല. നമ്മളെ റവയുടെ ഉപ്പുമാവ് കഴിക്കാം, ഗോതമ്പത്തിൻ്റെ ഉപ്പുമാവ് കഴിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് 1 കപ്പ് നമ്മൾ പിന്നെ ഇതേപോലുള്ള ഉപ്പുമാവ് കഴിക്കുക. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മാക്സിമം വെജിറ്റബിൾസ് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്യാരറ്റ്, ബീൻസ്, അതേപോലെ ഉള്ളിയൊക്കെ മാക്സിമം കൂടുതൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതേപോലത്തെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഉപ്പുമാവ് നമ്മളൊരു ചെറിയ ഒരു ബൗൾ കഴിക്കാം നമുക്ക്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മുട്ട കഴിക്കാം, അതേപോലെ തന്നെ അതും ചെറുപയറും കൂട്ടി കഴിക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ഇത് സമാസമം കഴിക്കുമ്പോൾ നമ്മുടെ വയറ് പെട്ടെന്ന് നിറയും അല്ലേ. നമുക്കൊരു കഷ്ണം പുട്ടും അത്യാവശ്യം നല്ല കടലക്കറി കഴിക്കുകയാണെങ്കിൽ തന്നെ വയറും നിറയും. മാക്സിമം ഒരു 1.5 അല്ലെങ്കിൽ 2, അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിൽ ബ്രെഡ് കഴിക്കാം. അപ്പോൾ പ്രമേഹ രോഗികൾ ബ്രെഡ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോർമൽ ബ്രെഡ് ഒഴിവാക്കിയിട്ട് ബ്രൗൺ ബ്രെഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രെഡും ഓംലേറ്റും കഴിക്കാം, 2 കഷ്ണം ബ്രെഡും 2 ഓംലേറ്റും അത് കഴിക്കാം. അത് നല്ലതാണ്. അതിൽ കൂടുതലായിട്ട് അവർ കഴിക്കാൻ പാടില്ല. അതിന് കൂടെ ചായ കുടിക്കുന്നവർക്ക് പഞ്ചസാര ഇടാതെയുള്ള ചായ കുടിക്കാം. പാൽ ഒഴിക്കുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷേ പഞ്ചസാര ഒരു ശർക്കരയോ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത്, അല്ലാതെ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പലരും കഴിക്കുക തന്നെ പുട്ടൊക്കെ ആണെങ്കിൽ ഒരു 3 കഷ്ണം 4 കഷ്ണമൊക്കെ പലരും കഴിക്കാറില്ല. ആ രീതിയിലൊന്നും കഴിക്കരുത്. ഇതിൻ്റെ അളവ് വളരെ പ്രാധാന്യമാണ്. 1:1 റേഷ്യോയിൽ ഒരു കഷ്ണം പുട്ടാണെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള കറികളും കൂടെ ചെറുപയറോ കടലയൊക്കെയുള്ള പയറുവർഗ്ഗങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. പ്രോട്ടീനാണ്. അത് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഷുഗർ ലെവൽ കൂടില്ല. പിന്നെ നമ്മൾ എന്താണ്, പിന്നെ നമുക്ക് ഉച്ചത്തെ ലഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളാണെങ്കിൽ 1 മണി വരെ പ്രമേഹ രോഗികൾ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് 11 മണി ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ടൈം, അതായത് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം. അത് 2 രീതിയിൽ കഴിക്കാം. അതായത് നമുക്ക് വീട്ടിലൊക്കെ ഉള്ളവരാണ്, അതുപോലെ ഫുഡ് രാവിലത്തെ കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു 2 കഷ്ണം പുട്ട് കഴിക്കേണ്ട, 1 കഷ്ണം പുട്ട് കഴിക്കുക. 1 കഷ്ണം പുട്ട് ഈ 11 മണിയാകുമ്പോൾ കഴിക്കുക. പുട്ടും ചെറുപയറും പുട്ടും കടല ഞാൻ പറഞ്ഞ പോലെ 11 മണിയാകുമ്പോൾ വേണമെങ്കിൽ കഴിക്കാം, നല്ല വിശപ്പുള്ളവരാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ കഴിക്കേണ്ടതാണ് സാലഡ്സ് നമുക്ക് കൊണ്ടുപോകാം. കക്കിരിക്ക, ക്യാരറ്റ്, തക്കാളി എല്ലാം ഇട്ടിട്ടുള്ള സാലഡ് കഴിക്കാം. അല്ലെങ്കിൽ ഒരു 4 5 ബദാം കഴിക്കാം. അല്ലെങ്കിൽ അധികം മെലിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ബിസ്ക്കറ്റ്സ് വേണമെങ്കിൽ 1 2 കഴിക്കാം. ഈ രീതിയിലൊക്കെയുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ 11 മണിയാകുമ്പോൾ കഴിച്ചിരിക്കണം. അതുപോലെ പലരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു ശീലമാണ് 11 മണിയൊക്കെ ആകുമ്പോൾ ഒരു പൊരിക്കടി ചായ കുടിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രമേഹ രോഗികൾ ഒരു കാരണവശാലും എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങളോ ബേക്കറി പലഹാരങ്ങളോ ഉപയോഗിക്കരുത്. അതിന് പകരം ഈ രീതിയിലുള്ള എന്തെങ്കിലും സ്നാക്സാണ് നിങ്ങൾ ഉപയോഗിക്കുക. പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ദിവസവും ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ളതൊക്കെയാണ് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ലഞ്ച്, ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഉച്ചയ്ക്ക് നമുക്ക് അറിയാം പ്രമേഹ രോഗികൾക്ക് ചോറ് കഴിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ ശ്രദ്ധിക്കേണ്ടതാണ് ചോറ് കഴിക്കുമ്പോൾ ചോറ് നമ്മൾ വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ട്, വെളുത്ത അരി കൊണ്ടുള്ള ചോറ് ഒഴിവാക്കിയിട്ട് മട്ട അരി കൊണ്ടുള്ള ചോറ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ പ്രമേഹം നമുക്ക് നോർമൽ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഒരു ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറയും. നിങ്ങൾ കഴിക്കുന്ന ആ ഒരു പ്ലേറ്റിന് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഓരോ ഭാഗം നമ്മൾ ഒരേ രീതിയിൽ ആണ് എടുക്കേണ്ടത്. ചോറ് നമ്മൾ ചെറിയൊരു കപ്പ് ചോറ് എടുക്കുക. അതിന് ആനുപാതികമായിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പയറുവർഗ്ഗങ്ങൾ എടുക്കുക. പയറുവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപയറാവാം, കടലയാവാം, പിന്നെ അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡ്സ് എന്നുള്ള രീതിയിലാവും. അപ്പോൾ ചോറ് എടുക്കുക, പയറുവർഗ്ഗങ്ങൾ എന്തെങ്കിലും എടുക്കുക, പിന്നെ സാലഡ്സ് കക്കരിക്ക, ക്യാരറ്റ്, തക്കാളി, ഉള്ളിയെല്ലാം മുറിച്ചിട്ടിട്ട് കുറച്ച് ചെറുനാരങ്ങയും ലൈറ്റായിട്ട് ഉപ്പ് ഇടാം. ഇനി സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ആണെങ്കിൽ വേണമെങ്കിൽ കുറച്ച്
എന്താ പറയുക, കുരുമുളക് വിതറാം. അപ്പോൾ ഈ രീതിയിലുള്ളതൊക്കെ എന്തെങ്കിലും സാലഡ്സ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാം. ചിക്കൻ കറി വെച്ച ചിക്കൻ വേണമെങ്കിൽ അതിനൊരു പോർഷൻ എടുക്കാം, അല്ലെങ്കിൽ മീൻ നിങ്ങൾക്കൊരു പോർഷൻ എടുക്കാം. ഇതൊക്കെ ഒരു ഈക്വൽ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിലാവും. ഈ പച്ചക്കറികളിൽ സാലഡ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിൽ ഉപ്പേരികൾ എടുക്കാം. അതായത് ക്യാരറ്റ് ആവാം, ബീട്രൂട്ട് ആവാം, ചിരങ്ങയാവാം, പടവലം, കയ്പ, ഏതാണോ അതിൽ ഇലക്കറികൾ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ അതൊരു പോർഷൻ എടുക്കുക. അപ്പോൾ 4 പോർഷനായിട്ട് ഇതേപോലെ ചോറെടുക്കുക, പയറുവർഗ്ഗങ്ങൾ എന്തെങ്കിലും എടുക്കുക, ഫിഷോ ചിക്കനോ എടുക്കുക, ഉപ്പേരികൾ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒരേ പോർഷനാക്കി കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറയും. ഈ രീതിയിലാണ് ഡയബറ്റിക് പേഷ്യൻസ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കേണ്ടത്. അല്ലാതെ അവർ ചോറ് ഉച്ചയ്ക്ക് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ മോര്, തൈരൊക്കെ പ്രമേഹ രോഗികൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് രാത്രിയിലെ ഡിന്നറിന് മുന്നേ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇതേപോലെ സ്നാക്സ് ടൈം ഉണ്ട്. അപ്പോഴും നിങ്ങൾക്ക് ആ സമയത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സാലഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. ഫ്രൂട്ട്സ്, അതായത് പ്രമേഹം ഒരുപാട് കൂടുതലൊന്നും ഇല്ലാത്തവർക്ക് ഒരു വൈകുന്നേരത്തെ സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സ്, അധികം പഴുക്കാത്ത പേരക്ക, അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം, ഒരു കഷ്ണം ആപ്പിൾ, അതേപോലെ മുസമ്പി കഴിക്കാം, ചെറിയൊരു കഷ്ണം ഓറഞ്ച് കഴിക്കാം. ഈ രീതിയിലൊക്കെ എന്തെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ ഒരു 5 ബദാം കഴിക്കാം, അല്ലെങ്കിൽ സാലഡ്സ്, ഈ രീതിയിലൊക്കെ എന്തെങ്കിലുമാണ്. അതേപോലെ ഷുഗർ കണ്ടന്റ് അധികം ഇല്ലാത്ത റസ്ക്, ഇതൊക്കെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് വളരെ ചെറിയ രീതിയിൽ വൈകുന്നേരം കഴിക്കാം. അതുപോലെ ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ പാൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ പഞ്ചസാര ഇടാത്ത ഒരു ചായയും കൂടി അതിൻ്റെ കൂടെ കുടിക്കാം. അതുപോലെ ഡിന്നറിന് എന്താ നോക്കാം, രാത്രി കഴിക്കുന്നത്. രാത്രി പരമാവധി പ്രമേഹ രോഗികൾ അവരുടെ അരിഭക്ഷണം പരമാവധി ഒഴിവാക്കുക. അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് നമ്മൾ പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് അരിഭക്ഷണം കഴിക്കേണ്ട, ഗോതമ്പോ റാഗിയൊക്കെയാണ് കുറേ കഴിക്കാം. അപ്പോൾ മിനിയാന്നൊരു പേഷ്യൻ്റ് വന്നു. അപ്പോൾ അവർ 5 ഗോതമ്പ് കട്ടിപ്പത്തിരിയാണ് അവർ രാത്രി കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് എത്ര എണ്ണം കഴിക്കുന്നവർക്ക് ശരിയായൊരു അറിവില്ലാത്ത കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അതായത് നമ്മൾ രാത്രിയിൽ ഡിന്നറിന് നമ്മൾ കഴിക്കേണ്ടത് ഏറ്റവും നല്ലത് റാഗിയുടെ ദോശ ഉണ്ടാക്കും. 2 റാഗിയുടെ ദോശ, അതിൻ്റെ കൂടെ നമുക്ക് ചെറുപയർ കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മീൻ കറി ഉപയോഗിക്കാം, കറി വെച്ച് മീൻ കഴിക്കാം, ചിക്കൻ കഴിക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള കറികളൊക്കെ കഴിക്കാം. ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് 2 റാഗി ദോശ. പിന്നെ അതേപോലെ സാലഡ് വിശക്കുള്ളവർക്കാണെങ്കിൽ സാലഡ്സ് എന്തെങ്കിലും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കേണ്ടത് ഗോതമ്പിൻ്റെ 2 ചപ്പാത്തി, മാക്സിമം 2 ചപ്പാത്തി കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 2 ഗോതമ്പിൻ്റെ ദോശ കഴിക്കാം. ഇനി അതും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഗോതമ്പും റാഗിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. 2 ദോശ, അതിൻ്റെ കൂടെ മീനോ ചിക്കനോ എന്തെങ്കിലും കറി വെച്ചത് ഉണ്ടെങ്കിൽ കഴിക്കാം. അതിൻ്റെ കൂടെ സാലഡ്സ് കഴിക്കാം. അതുപോലെ പയറുവർഗ്ഗങ്ങൾ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മുതിര ഉപയോഗിക്കാം, പയറുപ്പേരി പോലെ ഉണ്ടാക്കിയത് ഉപയോഗിക്കാം, ചെറുപയർ അതേപോലെ തന്നെ നമുക്ക് തോരൻ പോലെ ഉണ്ടാക്കിയത് ഉപയോഗിക്കാം. ഈ രീതിയിലൊക്കെ ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റാണ് പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത്. നിങ്ങൾ ഭക്ഷണം ഇത് കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതേപോലെ ബാലൻസ് ആയിട്ട് ഡയറ്റ് കഴിക്കുമ്പോൾ ടൈം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 9 മണിയുടെ മുന്നേ നിർബന്ധമായിട്ടും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് രാവിലത്തെ ഫുഡ് ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്പോൾ കഴിക്കാം. അതുപോലെ ഉച്ചത്തെ ലഞ്ച് 1 മണി ആകുമ്പോൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ള സ്നാക്സ് എന്തെങ്കിലും കഴിക്കാം. അതുപോലെ തന്നെ രാത്രിയിലെ ഫുഡ് ഡിന്നർ നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. 10 മണിക്കൊക്കെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 8 മണി ആകുമ്പോഴെങ്കിലും നമ്മുടെ രാത്രിയിലെ ഡിന്നർ കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് കഴിക്കാൻ പറ്റുന്നത്. ഈ സ്നാക്സ് ടൈമിൽ വേണമെങ്കിൽ ഫ്രൂട്ട്സ് അവർക്ക് കഴിക്കാം. അപ്പോൾ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം ഒരു കഷ്ണം കഴിക്കാം, ആപ്പിൾ ഒരു കഷ്ണം കഴിക്കാം, സബർജിൽ കഴിക്കാം. അതുപോലെ തന്നെ ചക്ക, മാങ്ങയൊക്കെ അധികം ഷുഗറുള്ളവർ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറേശ്ശെ ആഡ് ചെയ്യും, ഒരുപാട് കഴിക്കരുത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മൾ ഡയറ്റ് പറഞ്ഞു. അപ്പോൾ ഫുഡിനോടൊപ്പം തന്നെ പ്രമേഹം നമുക്ക് നോർമലായി ഒരു മരുന്നുമില്ലാതെ പോകണമെങ്കിൽ നമ്മൾക്ക് റെഗുലറായിട്ടുള്ള എക്സസൈസ് വേണം. എക്സസൈസ് നിർബന്ധമാണ്. ഒരു 1/2-3/4 മണിക്കൂർ നടക്കുക മാത്രം ചെയ്താൽ പോരാ. അവർ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നുള്ള രീതിയിലുള്ള എക്സസൈസും കൂടി ചെയ്യണം. പ്രായമുള്ളവരൊക്കെയാണെങ്കിൽ ഏറ്റവും നല്ല എക്സസൈസ് ആണ് കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ്. പ്രമേഹം കുറയ്ക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. അതായത് നമ്മൾ ഉപ്പൂറ്റിയിൽ നിന്നിട്ട് ഉപ്പൂറ്റി പൊങ്ങുക, അതേപോലെ പതുക്കെ താഴ്ത്ത രീതിയിലുള്ള കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നുള്ള എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ട്രെസ്സ് പ്രമേഹം കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലനാണ്.
പലരുടെയും ഇത്ര ഫുഡ് നല്ലൊരു ശ്രദ്ധിച്ചിട്ടും എക്സസൈസ് ചെയ്തിട്ടും പ്രമേഹം കുറയാത്തവർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ അവരുടെ സ്ട്രെസ്സാണ്, അവരുടെ ജീവിത സാഹചര്യത്തിൽ വരുന്ന സ്ട്രെസ്സാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി അത് നിയന്ത്രിക്കാനും കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് യോഗ, മെഡിറ്റേഷൻ, അതുപോലുള്ള ബ്രീത്തിങ് എക്സസൈസ് ആണ്. അതും കൂടി ഇതിൻ്റെ കൂടെ കൊണ്ടുപോവുക ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ 3 കാര്യങ്ങൾ, ഡയറ്റ് ശ്രദ്ധിക്കുക, റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ ടെൻഷൻ ഉള്ളവരാണെങ്കിൽ ടെൻഷൻ കുറയ്ക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള യോഗ, മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മരുന്നുമില്ലാതെ നമ്മുടെ പ്രമേഹം നല്ല നോർമലായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ പ്രമേഹം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഭക്ഷണം പോസ്റ്റ് പാൻഡൽ PPBSും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ HbA1c 3 മാസത്തെ ഷുഗർ കൺട്രോൾ അറിയുന്ന HbA1c നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. അത് നമുക്കൊരു 6.4 നിൽക്കണം, 6.4% നിൽക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു വർഷം വരെ ആ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവൽ നല്ല കൺട്രോൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്ത് നിങ്ങളുടെ പ്രമേഹം ഒരു മരുന്നുമില്ലാതെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് പോവുക. അപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഓരോ വീട്ടിലും ഒരാളെങ്കിലും പ്രമേഹ രോഗികളുണ്ടാവും. അപ്പോൾ പ്രമേഹം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് വരെ നമുക്ക് പ്രമേഹം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ഡയറ്റ് ശ്രദ്ധിക്കുക. പ്രമേഹ രോഗികൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഡയറ്റ് ക്രമം പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.